ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാധമ്മ രാജുവിനോട് പറയുക, ആ കുട്ടി ശരിക്കും അവളുടെ വീട്ടിൽ കഴിയുന്നതിനേക്കാളും ഇവിടെ ഉള്ളപ്പോഴാണ് സന്തോഷിച്ചിട്ടുള്ളതെന്ന് നമ്മളോട് എല്ലാവരോടും ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാ. ഇപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ആ കുഞ്ഞിന്റെ സന്തോഷം തല്ലിക്കെടുത്തിയതുപോലെ ആയില്ലേ? രാധമ്മ പറയുന്നതെല്ലാം കേട്ട് തലകുനിഞ്ഞിങ്ങനെ വിഷമിച്ചിരിക്കുന്ന രാജുവിനോട് പ്രിയ ചോദിക്കുന്നു, രാജു നീ എന്താ ഒന്നും പറയാത്തത്? രാജു, നീ ഇപ്പൊ പറഞ്ഞാൽ അച്ഛനും അമ്മയും ഞാനും വരാം, നമുക്ക് വർമ്മസാറിന്റെ വീട്ടിൽ പോയി സംസാരിക്കാം. രാജു പറയുക, വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇത് ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാ. വേണു അവിടെ ഇരുന്ന് പറയുക, ആലോചിച്ചെടുത്ത തീരുമാനമാണത്രേ. പാവം ഋതിക മേഡം, ആ കുട്ടിയുടെ മുഖത്തിന് നമ്മൾ എങ്ങനെ നോക്കും? എന്തു പറഞ്ഞ് നമ്മൾ ആ കുട്ടിയെ ആശ്വസിപ്പിക്കും? അത് തന്നെയാ വേണുവേട്ട എന്റെയും വിഷമം. മോനെ, നീ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചു നോക്കടാ. രാജു ദേഷ്യത്തോടെ എല്ലാരെയും നോക്കിയിട്ട് അവൻ എളുപ്പം പോയി അവന്റെ മുറിയിൽ കയറി അങ്ങ് കഥ കടച്ചു. എല്ലാരും ഭയന്നിട്ട് അവന്റെ പുറകെ ഓടിച്ചെന്ന് രാജു 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 കഥവ് തുറക്ക്, കഥവ് തുറക്ക് എന്നൊക്കെ പറഞ്ഞിട്ടും രാജു കഥവ് തുറക്കുന്നില്ല. രാജു കഥവ് തുറക്കാത്തോണ്ട് വേണുവേട്ടൻ പറയുന്നുണ്ട്, നിങ്ങളിഞ്ഞു പോരെ. പ്രിയ പറയുന്നുണ്ട്, അമ്മേ ഞാൻ ഋതികയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ശരി മോളെ, വിളിച്ചു നോക്ക്, ആ കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ. പ്രിയ എങ്ങനെ 2-3 പ്രാവശ്യം ഋതികയെ വിളിക്കുന്നുണ്ട്. ഋതിക ഫോൺ എടുക്കുന്നില്ല. വേണുവേട്ടൻ പറയുന്നുണ്ട്, ഇനി വിളിക്കണ്ട, ആ കുട്ടി മനസ്സ് തകർന്നിരിക്കുമായിരിക്കും, സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലായിരിക്കില്ല, അതുകൊണ്ട് ആ പാവത്തിനെ വിളിച്ച് വിഷമിപ്പിക്കണ്ട. ആ സമയം ഋതിക ഇങ്ങനെ വിഷമിച്ച് റൂമിലിരുന്ന് ഫോണും നോക്കി ഇരിക്കുവാണ്. എല്ലാവരും വിളിക്കുന്നുണ്ടല്ലോ, പക്ഷെ രാജു എന്തുകൊണ്ട് എന്നെ ഒന്ന് വിളിച്ചില്ല? രാജുവാണെങ്കിൽ റൂമിലിരുന്നുകൊണ്ട് ഋതികയുടെയും രാജുവിൻ്റെയും കൂടെ ഒരു കല്യാണ ഫോട്ടോ ഉണ്ടാക്കിയിരുന്നു. ആ ഫോട്ടോ നോക്കിയിരുന്ന് കരയുവാണ്. രാജുവിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല, വ്യക്തമായ ഒരു തീരുമാനമെടുക്കാനും പറ്റുന്നില്ല. രാജു തന്നെ സ്വയം ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാ വിഷമിക്കുന്നത്? ഇതല്ലേ ഞാൻ ആഗ്രഹിച്ചിരുന്നത്? എല്ലാ കാര്യങ്ങളും വർമ്മസാറിനോട് തുറന്നു പറയാനല്ലേ ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത്? ഋതിക ഇരുന്നോണ്ട് ചിന്തിക്കുന്നു, ഞാൻ കരയുവാണെന്നും എൻ്റെ നെഞ്ച് തകരുവാണെന്നും രാജുവിനറിയാം. പക്ഷെ രാജു ഒന്ന് വിളിക്കുന്ന പോലും ഇല്ലല്ലോ. രാജു അവിടെ ചിന്തിക്കുവാണ്, ഞാൻ ആഗ്രഹിച്ചതുപോലെ ഋതിക മേഡം എൻ്റെ ജീവിതത്തിൽ നിന്നും പോയി. ഇത്രയും നേരമായിട്ടും രാജു എന്നെ ഒന്ന് വിളിക്കുന്നില്ലല്ലോ. രാജു എന്നെ വിളിക്കത്തില്ല, കാരണം രാജുവിൻ്റെ മനസ്സിൽ ഞാനില്ലല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും അവരവരുടെ വീട്ടിലിരുന്ന് ഇങ്ങനെ ചിന്തിക്കുവാണ്. രാജു കണ്ണാടിയിൽ നോക്കി പറയുവാണ്, പക്ഷെ എനിക്ക് എന്താണ് പറ്റിയത്? ഞാൻ എന്തിനാ എൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ പറിച്ചു കളഞ്ഞ ഋതിക മേഡത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നത്? ശരിക്കും ഞാൻ ഋതിക മേഡത്തെ സ്നേഹിച്ചിരുന്നോ? പാവം ഋതിക മേഡം ഇപ്പൊ എന്ത് ചെയ്യുമായിരിക്കും? ഒന്ന് വിളിച്ചു നോക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട, വിളിച്ചാൽ എന്നോട് ദേഷ്യപ്പെടും, അതെന്തായാലും ഉറപ്പാ. പക്ഷേ എനിക്ക് ഋതിക മേഡത്തോട് സംസാരിക്കാതിരിക്കാനും പറ്റുന്നില്ല. ദൈവമേ, എനിക്ക് പ്രഷർ താങ്ങാൻ പറ്റുന്നില്ലല്ലോ. എനിക്കിനി ഋതിക മേഡത്തെ വിളിക്കാതിരിക്കാനാവില്ല. എന്തു വന്നാലും ഞാൻ ഋതിക മേഡത്തെ വിളിക്കും. ഋതിക മേഡത്തെ വിളിക്കാൻ തന്നെ രാജു അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ രാജു ഋതികയെ വിളിക്കുന്നുണ്ട്. ഋതിക എന്നാൽ ആ ഫോൺ കോൾ കാണുന്നതുമില്ല. ദൈവമേ, ഋതികയെ വിളിച്ചിട്ട് കിട്ടുന്നതുമില്ലല്ലോ. രാജു ഇങ്ങനെ സങ്കടത്തോടെ ആ ഫോൺ കട്ടിലോട്ട് വലിച്ചെറിയുവാണ്. രാജുവിൻ്റെ മനസ്സാകെ അസ്വസ്ഥതയാണ്. പാവം ഋതിക മേഡം എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, അതെല്ലാം ഞാൻ കണ്ടില്ലെന്ന് നടിക്കുമായിരുന്നു. അതെല്ലാം എനിക്ക് എൻ്റെ വർമ്മസാറിനോടുള്ള കടപ്പാടാണ്. വർമ്മസാറിൻ്റെ മകളെ സ്വന്തമാക്കണമെന്നുള്ള വിചാരം തന്നെ എൻ്റെ മനസ്സിലില്ലായിരുന്നു. വർമ്മസാറിൻ്റെ മകളെ സ്വന്തമാക്കാനുള്ള യാതൊരു യോഗ്യതയും എനിക്കില്ല. അതുകൊണ്ടാണ് എൻ്റെ ഋതിക മേഡത്തിൻ്റെ സ്നേഹം ഞാൻ കണ്ടില്ലെന്ന് നടിച്ചത്. പറയണ്ടായിരുന്നു, ഋതിക മേഡത്തിനെ വിവാഹം കഴിച്ചിട്ടില്ലെന്ന് വർമ്മസാറിനോട് ഞാൻ പറയണ്ടായിരുന്നു. രാജു ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുമ്പോൾ അവന്റെ മനസാക്ഷി വന്ന് പറയുന്നു, ഏയ് രാജു, നീ എന്തോ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുന്നേ? ഒരിക്കലും നീ ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. ഋതിക മേഡം വർമ്മസാറിന്റെ മകളാ. രാജു സങ്കടത്തോടെ വീണ്ടും അവരുടെ ആ വിവാഹ ഫോട്ടോ എടുത്തിരുന്നത് ആ ഫോട്ടോ ഇങ്ങനെ നോക്കി ഋതികയെ തന്നെ നോക്കിയിരുന്ന് കരയുവാണ്. എനിക്ക് എങ്ങനെ തോന്നി എൻ്റെ ഋതിക മേഡത്തിന്റെ സ്നേഹത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ? ഞാൻ എത്രത്തോളം ആ പാവത്തിനെ വേദനിപ്പിച്ചു. പലതും പറഞ്ഞ് എൻ്റെ അടുത്ത് സ്നേഹത്തോടെ വരുമ്പോഴെല്ലാം അത് ഞാൻ കണ്ടില്ലെന്ന് നടിച്ച് പാവത്തിനെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. അപ്പോഴെല്ലാം ആ ഹൃദയം എന്തും വേണ്ടി നൊന്തിരിക്കും. രാജു കട്ടിൽ കിടന്നിട്ട് ഒട്ടും ഉറക്കം വരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്ന് ഋതികയെ തന്നെ ചിന്തിക്കുവാണ്. അതുപോലെ തന്നെയാണ് ഋതികയും. ഋതികയ്ക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. രാജുവിനോടൊത്ത് അവിടെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് ഋതിക ഇങ്ങനെ വിങ്ങി വിങ്ങി പൊട്ടി കരയുവാണ്. രാജുവിൻ്റെ മനസ്സിൽ ഋതികയൊത്ത് ജീവിച്ചപ്പോഴുണ്ടായ
മധുരമായ നിമിഷങ്ങൾ അവനും ഓർക്കുവാണ്. ഹൃതിയെ ഒരു ദിവസം കട്ടിൽ നിന്നും മറിഞ്ഞ് അവൻ്റെ നെഞ്ചത്തോട്ട് വീണതും അവരെങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നതും ഹൃതികയുടെ കാലുളുക്കിയപ്പോൾ കാലിലിങ്ങനെ തൈലം പുരട്ടി കൊടുത്തതും എല്ലാം ഓർത്തു കഴിയുമ്പോൾ രാജുവിന് സഹിക്കാൻ കഴിയുന്നില്ല. വല്ലാത്ത കുറ്റബോധം കൊണ്ട് രാജു ഇങ്ങനെ പുളയുവാണ്. ഹൃതിയോട് താൻ കാണിച്ചത് വലിയ ക്രൂരതയായിപ്പോയെന്ന് തിരിച്ചറിഞ്ഞ് രാജുവിന് ഒരു തരത്തിലും അവൻ്റെ സങ്കടം അടക്കാൻ പറ്റുന്നില്ല. ഒരു ഭ്രാന്തനെ പോലെ രാജു ആ മുറിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. രാജു അങ്ങനെ നിൽക്കുമ്പോൾ അവൻ്റെ പുറകിൽ കൂടി വന്ന് 2 കൈ കൊണ്ട് അവനെ അങ്ങ് കെട്ടിപ്പിടിക്കുന്നു. അയ്യോ ഋതിക മേഡം എന്നും പറഞ്ഞ് അവനെ സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കുമ്പോൾ രമ്യയാണ് അവനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഋതിക മേഡം അല്ല രാജു, ഞാനാ. ഈ രാജുവിൻ്റെ ജീവിതത്തിൽ അവളില്ല. ഓർക്കാപ്പുറത്ത് രമ്യയെ കണ്ട് രമ്യ ഇങ്ങനെ വന്ന് കെട്ടിപ്പിടിച്ചതും ഒക്കെ ഓർത്ത് രാജു ഇങ്ങനെ അമ്പരന്ന് നിൽക്കുവാണ്. രാജുവിൻ്റെ ജീവിതത്തിൽ ഇനി ഋതിക മേഡം ഇല്ല, ഞാനേ ഉള്ളു, ഞാൻ മാത്രം. ഐ ലവ് യു രാജു എന്നും പറഞ്ഞ് രമ്യ രാജുവിൻ്റെ മാറിലോട്ട് വീണങ്ങ് കെട്ടിപ്പിടിക്കുവാണ്. ഇനി എൻ്റെ രാജുവിനെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. രാജു ഇനി എൻ്റേത് മാത്രമായിരിക്കും. രാജു പെട്ടെന്ന് രമ്യയെ അവൻ്റെ മാറിൽ നിന്നും പിടിച്ച് തള്ളി മാറ്റുകയാണ്. എന്താ രാജു, ഋതിക പോയില്ലേ? ഇനി നമ്മളൊന്നല്ലേ രാജു? എന്തു പറയണമെന്നറിയാതെ ഇങ്ങനെ രമ്യയെ തന്നെ നോക്കി നിൽക്കുന്ന രാജുവിനോട് രമ്യ പറയൂ രാജു, എനിക്കും കൂടി വേണ്ടിയല്ലേ നീ അവളെ ഉപേക്ഷിച്ചത്? രാജുവിനത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ട്, ഛേ രമ്യ നീ ഒന്ന് നിർത്ത്. എന്താ രാജു, എന്തിനാ രാജു നീ എന്നോട് ദേഷ്യപ്പെടുന്നത്? അപ്പോൾ നിനക്കെന്നോട് സ്നേഹമില്ലെന്നാണോ? രമ്യേ, ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലാ, ഞാൻ ആകെ ഡിസ്റ്റർബ്ഡാ. നീ ഇപ്പോൾ ഇവിടുന്ന് പോകാനല്ലേ പറഞ്ഞത്? രാജു വീണ്ടും സങ്കടത്തിലായി. ഒരു സൈഡിൽ ഋതിക മേഡത്തിന് തന്നോടുള്ള പ്രണയം, രമ്യയാണെങ്കിൽ ഒരു സ്വസ്ഥതയും കൊടുക്കാതെ അവൻ്റെ പുറകെയുള്ള നടപ്പും. ഋതിക ഉറങ്ങാതെ കട്ടിലിരുന്നിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് പ്രതാപവർമ്മ കതകു തുറന്ന് മകളെ നോക്കുന്നുണ്ട്. വിളിക്കേണ്ട, അവൾ വിഷമത്തിലിരിക്കുവാണല്ലോ എന്ന് വിചാരിച്ച് തിരികെ പോകാൻ ശ്രമിച്ചെങ്കിലും പ്രതാപവർമ്മയ്ക്ക് അത് പറ്റുന്നില്ല. മകളുടെ ആ കരഞ്ഞുകൊണ്ടുള്ള ഇരിപ്പ് കണ്ട് പ്രതാപവർമ്മ ഋതികയുടെ അടുത്തോട്ട് വരികയാണ്. അച്ഛൻ വന്നതുപോലും അറിയാതെ ഋതിക ഇങ്ങനെ ഓരോന്നോർത്ത് കണ്ണടച്ചിരുന്ന് കരയുവാണ്. മോളെ എന്ന് പ്രതാപം വിളിക്കുമ്പോൾ പെട്ടെന്ന് ഋതിക ഞെട്ടി എഴുന്നേറ്റിട്ട്, അച്ഛാ മോളെ, നിനക്ക് നല്ല വിഷമമുണ്ടെന്ന് അച്ഛൻ അറിയാം. നമ്മളാരും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാ രാജുവിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാവിൽ വെച്ച് രാജു നിന്നെ വിവാഹം കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ നിനക്ക് എന്തും വേണ്ടി വിഷമം ഉണ്ടായി കാണുമെന്ന് അച്ഛൻ ഊഹിക്കാവുന്നതല്ലേ ഉള്ളു. നിന്റെ ഈ ദുഃഖവും കണ്ണുനീരും കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും രാജുവിനെ നീ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. പക്ഷേ അവൻ നമ്മളെയൊക്കെ കാണുന്നത് ദൈവങ്ങളുടെ സ്ഥാനത്താണ് മോളെ. ഇത്രയും പക്വതയോടെയോ ആദർശത്തോടെയൊക്കെ കൂടി ഒരു ചെറുപ്പക്കാരന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്നല്ലോ. അതൊക്കെ ആലോചിക്കുമ്പം തന്നെ ഞാൻ മനസ്സിലാക്കിയതിനേക്കാൾ ഒരുപാട് മുകളിലാ നമ്മളെയൊക്കെ അവൻ അവൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അവൻ അങ്ങനെയാ. ഈ ലോകത്താരെയും തിരുത്താൻ നമുക്ക് അവകാശമില്ല മോളെ. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ മറന്ന് എതിരെ നിൽക്കുന്നവരുടെ വികാരം മനസ്സിലാക്കി അവർക്ക് വേണ്ടാത്തിടത്തുനിന്ന് ഒഴിഞ്ഞു മാറുകയാ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിന്റെ ജീവിതത്തിൽ ഈ സംഭവിച്ചതൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഞാനും കാരണക്കാരനാ. ഞാൻ ഒരിക്കലും നിനക്ക് പറയാനുള്ളതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. പ്രായപൂർത്തിയായ മകൾക്ക് മനസ്സിലൊരു പ്രണയം തോന്നിയാൽ അവൾക്കത് അവളുടെ അച്ഛനോട് തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടാകണം. അപ്പോഴേ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് അച്ഛനത് മകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കൂ. നിന്നെ ഞാൻ ഒരിക്കലും സംസാരിക്കാൻ അനുവദിച്ചിട്ടില്ലല്ലോ. സങ്കടത്തോടെ കുറ്റബോധം മകളുടെ മുന്നിൽ പറയുമ്പോൾ ഋതിക കരഞ്ഞോണ്ട് പറയുന്നു, അച്ഛാ ഒന്നും അച്ഛൻ്റെ തെറ്റല്ല, എല്ലാം എൻ്റെ തെറ്റാ. രാജു എനിക്ക് തന്ന പ്രത്യേക പരിഗണനയും കരുതലും എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ എൻ്റെ അച്ഛനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവനെ എപ്പോഴോ അറിയാതെ ഞാനും സ്നേഹിച്ചു പോയി. ആ കാര്യം എൻ്റെ അച്ഛനോടോ ചെറിയമ്മയോടോ ചെറിയച്ഛനോടോ അപ്പുവിനോടോ ആരോടെങ്കിലും ഞാൻ പറയേണ്ടതായിരുന്നു. മനസ്സിൽ ഒരാളോട് ആദ്യമായി തോന്നിയ ഇഷ്ടം അയാളും എനിക്ക് തിരിച്ചു തരുമെന്നും അച്ഛൻ്റെ പ്രിയപ്പെട്ടവനെ അച്ഛൻ എനിക്ക് വിവാഹം കഴിച്ചു തരുമെന്നും ഞാൻ സ്വപ്നം കണ്ടു. നീ ആഗ്രഹിച്ചതിലും പ്രതീക്ഷിച്ചതിലും ഒരു തെറ്റുമില്ല മോളെ. നീ ചിന്തിച്ചത് ശരിയാ. പക്ഷെ ഇതൊക്കെ കേൾക്കാനുള്ള മനസ്സ് ഞാൻ കാണിച്ചില്ല. അവിടെയാണ് മോളെ തെറ്റ് സംഭവിച്ചത്. സോറി മോളെ. എന്താ അച്ഛാ ഇത്? അച്ഛൻ എന്നോട് സോറി പറയുന്നോ? ഞാനാണച്ചാ നിങ്ങളോട് എല്ലാവരോടും മാപ്പ് ചോദിക്കേണ്ടത്. തെറ്റ് എന്റെ ഭാഗത്താണച്ചാ. പൊട്ടിക്കരഞ്ഞോണ്ട് ഋതിക പറയുക, ഞാനാ അച്ഛനോടും രാജുവിനോടും എല്ലാം ക്ഷമ ചോദിക്കേണ്ടത്. ഞാനാ തെറ്റ് ചെയ്തത് എന്നും പറഞ്ഞ് വിങ്ങി പൊട്ടിക്കരയുന്ന ഋതികയെ പ്രതാപന് നോക്കി നിൽക്കാനാവുന്നില്ല. കരയല്ലേ മോളെ എന്നിങ്ങനെ പറയുമ്പം ഋതിക അച്ഛാന്നും പ്രതാപനെ അങ്ങ് കെട്ടിപ്പിടിക്കുവാണ്.
ആ അച്ഛൻ ഇതുവരെ ആ മകളെ ഇങ്ങനെ സ്നേഹിക്കുകയോ ആ മകളെ ഒന്ന് കെട്ടിപ്പിടിച്ച് തലോടുകയോ ഒന്നും ചെയ്തിരുന്നില്ല. പ്രതാപവർമ്മയ്ക്ക് ഈ അനുഭവം അയാളുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. സമയം ഒരുപാടായി, എൻ്റെ മോൾ ഇനി കുറച്ചു നേരം കിടന്നുറങ്ങ്. മനസ്സിൻ്റെ സങ്കടങ്ങൾ കരഞ്ഞു തീർത്താൽ മാറുമെന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്ക് പ്രിയപ്പെട്ടവരാണെന്ന് തോന്നുന്ന എല്ലാവരും നമ്മളെ വിട്ടു പോയേക്കാം. ആ വേദന ജീവിതകാലം മുഴുവൻ നമ്മളെ ചിലപ്പോൾ വേട്ടയാടിയേക്കാം. മുന്നോട്ട് ജീവിക്കുന്ന ഓരോ നിമിഷത്തിലും ഓർമ്മകൾ നമുക്ക് തരുന്ന വേദനകൾ പുതിയ പാഠങ്ങളായി ജീവിക്കാൻ നീ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രതാപൻ മകളെ സമാധാനിപ്പിച്ചിട്ട് പോവുകയാണ്. രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ രാജു ഇങ്ങനെ ചെയറിലിരുന്ന് വിഷമിച്ച് കരയുവാണ്. രാധമ്മയാനെ ഒരു ഗ്ലാസ് ജ്യൂസ് കൊണ്ടുപോയി രാജുവിന് കൊടുക്കാൻ നോക്കുന്നു. എന്താ മോനെ, നിനക്കിത് എന്തു പറ്റി? നിന്റെ മുഖം എന്താ മോനെ ഇങ്ങനെ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ലമ്മേ, മോനെന്നായി ജ്യൂസ് കുടിക്ക്. വേണുവേട്ടൻ പ്രിയോട് പറയുക, എല്ലാം സ്വപ്നം കാണുന്ന പോലെ എല്ലാം കഴിഞ്ഞങ്ങ് പോയി. വീട്ടിലേക്ക് വന്ന ഭാഗ്യദേവത തിരികെ പോയി. ഒരു രാത്രി കൊണ്ട് എല്ലാം ഇല്ലാതായി. അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ വാതക്കൽ രാജു രാജു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടുള്ള ഋതികയുടെ വിളിയാണ് കേൾക്കുന്നത്. അയ്യോ, ഋതിക മേഡമാണല്ലോ വിളിക്കുന്നത് എന്നും പറഞ്ഞ് അവർ ഓടിപ്പോവാണ് കതവ് തുറക്കാനായിട്ട്. രാജു രാജു എന്നിങ്ങനെ ഉറക്ക വിളിക്കുവാണ് ഋതിക കഥകെ തട്ടിക്കൊണ്ട്. രാജുവും രാധമ്മയും ഇത് കേൾക്കുന്നുണ്ട്. അയ്യോ, ഋതിക മേഡമല്ലേ എന്നും പറഞ്ഞ് രാജു ഓടുവാണ്. രാജു കതവ് തുറക്ക്. രാജു പ്രാണം തല്ലി ഓടുവാണ്. മേഡം എന്താ എന്നും പറഞ്ഞ് ഓടിച്ചെന്ന് കതവ് തുറക്കുവാണ്. ഋതിക രാധമ്മയെ അങ്ങ് കെട്ടിപ്പിടിക്കുവാണ്. രാധമ്മേ, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല രാധമ്മേ. ഞാൻ എങ്ങനെയാ അവിടെ നിങ്ങളെ കാണാതിരിക്കുന്നത്? അയ്യോ, മോൾ എങ്ങനെയാ ഇങ്ങോട്ട് വന്നത്? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതാ രാധമ്മേ. തലയ്ക്ക് വെളിവില്ലാത്ത പോലെ എന്തൊക്കെയോ വിപ്രതി പറയുവാണ് ഋതിക. എനിക്ക് ഈ വീടും മതി, എനിക്ക് എൻ്റെ രാധമ്മയും വേണുവങ്കിളിനെയും നിങ്ങളെ എല്ലാവരെയും മതി. ഞാൻ അവിടെ പോവില്ല, ഞാൻ പോവില്ല രാധമ്മേ, എന്നെ പറഞ്ഞയക്കല്ലേ എന്നും പറഞ്ഞ് ഋതിക രാധമ്മയെ അങ്ങ് കെട്ടിപ്പിടിച്ച് കരയുവാണ്. ഇത് കണ്ട് രാജുവിൻ്റെ നെഞ്ചങ്ങ് തകരുവാണ്. രാധമ്മ പറയുക, രാജു, ഋതിക മോള് പറയുന്നത് നീ കേട്ടില്ലേടാ? നീ എന്തിനാടാ മോളെ വിവാഹം കഴിച്ചിട്ടില്ലെന്ന് വർമ്മ സാറിനോട് പറഞ്ഞത്? ഡാ, നീ എന്തെങ്കിലും ഒന്ന് പറയടാ. ഋതിക കരഞ്ഞുകൊണ്ട് പറയുക, ഇല്ല രാധമ്മേ, രാജു ഒന്നും പറയില്ല. രാജു ഒന്നും മിണ്ടില്ല. എന്നിട്ട് ചങ്ക് പൊട്ടി കരഞ്ഞോണ്ട് പറയുക, രാജുവിന് എന്നെ ഇഷ്ടമല്ല. രാജുവിനെ നോക്കിയിട്ട് പറയുന്നു, രാജുവിന് എന്നെ വേണ്ട, എനിക്ക് രാജുവിനെ വേണം, എനിക്ക് രാജുവിനെ ഇഷ്ടമാണ്. ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് രാജുവിനെയാണ്. ഇതിൽ കൂടുതൽ ഇനി രാജുവിന് പിടിച്ചു നിൽക്കാനാകില്ല. അപ്പോൾ ഫ്രണ്ട്സ്, രാജു ഋതികയെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.